ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇതാദ്യമാണ് സ്വാതന്ത്ര്യം നേടി ഇത്ര കാലത്തിനിടക്ക് തെരഞ്ഞെടുപ്പിൻ്റെ പവിത്രത ഇത്രയേറെ കളങ്കപ്പെട്ടിട്ടില്ല. പാർട്ടികളും നേതാക്കളും സത്യത്തെ തോൽപ്പിക്കുന്നു, മാധ്യമങ്ങൾ ജനാധിപത്യ ചർച്ച മറക്കുന്നു, ഇലക്ഷൻ കമ്മീഷൻ നീതിയും നിയമവും അവഗണിക്കുന്നു. വ്യക്തിയെ കേന്ദ്രീകരിച്ചുള്ള തെരഞ്ഞെടുപ്പാക്കി ചിലർ ഇതിനെ. ഗാർഡിയൻ പോലുള്ള വിദേശ മാധ്യമങ്ങൾ പ്രത്യേകമായി ശ്രദ്ധിച്ചു നരേന്ദ്രമോദിയെ ചുറ്റിപ്പറ്റിയുള്ള വ്യക്തിപൂജാ സംസ്കാരം. ശ്രദ്ധാപൂർവം വളർത്തപ്പെട്ട ഒന്നാണ് മോദി ഭക്തി. പരസ്യങ്ങൾ വഴി, ചങ്ങാത്ത മാധ്യമങ്ങൾ വഴി, ഇൻ്റർവ്യൂകളും ഇവൻറ്റുകളും വഴി. ജനാധിപത്യത്തിന് ചേരാത്തതാണ് വ്യക്തിപൂജ. പ്രസിഡൻഷ്യൽ സമ്പ്രദായത്തിലാണ് വ്യക്തിക്ക് വോട്ട് ചോദിക്കുക. അവിടെ പോലും വ്യക്തിയെയല്ല ആശയങ്ങളെയാണ് ഉയർത്തിക്കാട്ടുക. ഇന്ത്യയിൽ മുൻപില്ലാത്ത വിധം പ്രശ്നങ്ങളും വിഷയങ്ങളും വിട്ട് വ്യക്തിയുടെ കാര്യമാക്കി തെരഞ്ഞെടുപ്പ് മാറ്റാനാണ് ശ്രമം. മോദി തന്നെ ഇതിനായി ശ്രമിക്കുന്നത് എങ്ങനെയെന്ന് വാർത്തകളിൽ കാണാം. ഏറ്റവും ഒടുവിൽ മോദി ഒരു അഭിമുഖത്തിൽ പറഞ്ഞു, എൻ്റേത് സാധാരണ ജന്മമല്ല, എന്നെ ദൈവം അയച്ചതാണ് എന്ന്. पहले जब तक माँ जिंदा थी मुझे लगता था कि शायद बायोलॉजिकली मुझे जन्म दिया गया है. माँ के जाने के बाद इन सारे अनुभवों को मैं जोड़ करके देखता हूँ तो मैं कन्विंस हो चुका हूँ. गलत हो सकता हूँ, लोग लेफ्टिस्ट लोग तो मेरे धज्जियां उड़ा देंगे, मेरे बाल नोच लेंगे. मैं कन्विंस हो चुका हूँ कि परमात्मा ने मुझे भेजा है. ये ऊर्जा बायोलॉजिकल शरीर से नहीं मिली है. ये ऊर्जा ईश्वर ने मुझसे कुछ काम लेना है. ദൈവം തെരഞ്ഞെടുത്തതാണ്, ഇനി നിങ്ങൾ എന്തിനു മടിക്കണം എന്ന് ചോദ്യം. റഷ്യയുടെ ആണവ യുദ്ധത്തിൽ നിന്ന് യുക്രൈനെ മോദി രക്ഷിച്ചു എന്നൊരു റിപ്പോർട്ട് വന്നിരുന്നു. ഗസയിൽ റമദാനിൽ യുദ്ധം നിർത്താൻ താൻ ആവശ്യപ്പെട്ടു എന്നും എന്നിട്ടും 2-3 ദിവസം യുദ്ധം നടന്നു എന്നും മോദി തന്നെ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞു. मैंने अभी गाजा में रमजान का महीना था तो मेरे स्पेशल एनवॉय को मैंने इजराइल भेजा. इजराइल के प्रधानमंत्री राष्ट्रपति सबसे मिलना का मैंने कहा समझाइए इनको. വാസ്തവത്തിൽ അത് തെറ്റാണ്. റമദാനിലും ഇസ്രായേൽ കശാപ്പ് നിർത്തിയില്ല. പക്ഷെ തെരഞ്ഞെടുപ്പല്ലേ, സത്യവും അസത്യവും പ്രശ്നമല്ല. അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങളിൽ കുറെ അസത്യമാണെന്ന് ഫാക്ട് ചെക്ക് ചെയ്തവർ പറയുന്നു. പരസ്യങ്ങളിൽ അദ്ദേഹം അതിമാനുഷനാണ്. രാഷ്ട്രീയ എതിരാളികളെ ഒതുക്കാൻ നോക്കുന്നു. ഇലക്ഷൻ പരസ്യത്തിൽ വോട്ട് ചോദിക്കുന്നത് പോലും സർക്കാർ പദ്ധതി പറഞ്ഞിട്ടല്ല, മോദി ഗ്യാരണ്ടി പറഞ്ഞിട്ടാണ്. NDA സർക്കാരിനല്ല വോട്ട് തേടുന്നത്, മോദി സർക്കാരിനാണ്. പ്രോപ്പഗൻഡയും അവകാശവാദങ്ങളും പൊള്ളവാദങ്ങളും സർക്കാരിൻ്റെ വിശ്വാസ്യത നഷ്ടപ്പെടുത്തി. ഇനി പൊയ് വാക്ക് പോരാ വോട്ടിന്, വർഗീയത വേണം. ഇന്ത്യയിൽ വളർത്തപ്പെടുന്ന വർഗീയ വൈരം വിദേശ മാധ്യമങ്ങളും കുറെ ഇന്ത്യൻ മാധ്യമങ്ങളും ശ്രദ്ധിച്ചിട്ടുണ്ട്. തെരഞ്ഞെടുപ്പിനെ ഹിന്ദു മുസ്ലിം പോരാക്കി മോദി മാറ്റി എന്ന്. വോട്ടിനേക്കാൾ അത് പേരുദോഷമാണ് ഉണ്ടാക്കുന്നതെന്ന് കണ്ടപ്പോൾ പ്രധാനമന്ത്രി ഇടയ്ക്ക് മയപ്പെടുത്തി. എങ്കിലും നുഴഞ്ഞുകയറ്റക്കാരെന്നും മറ്റുമുള്ള പ്രധാനമന്ത്രിക്ക് ചേരാത്ത പദപ്രയോഗങ്ങൾ ലോകമാധ്യമങ്ങൾ എടുത്തുകാട്ടി. താൻ വർഗീയത പറയാറില്ല എന്നായി മോദി. അപ്പോൾ കേട്ടവരുടെ കുഴപ്പമാകുമോ ഇത്? അല്ല, പട്ടിക വലുതാണ്. വോട്ട് ജിഹാദ്, കേരള സ്റ്റോറി, ബാബരി പൂട്ട്. भारत में वोट जिहाद चलेगा या राम राज्य चलेगा. ദ ന്യൂസ് മിനിറ്റ് ശേഖരിച്ച മോദിയുടെ 15 വർഗീയ പ്രസ്താവനകൾ, എല്ലാം അടിസ്ഥാനമില്ലാത്തത്. मुस्लिम वोट बैंक उसमें से डाका डाल के मुसलमानों को आरक्षण दे दिया जाए. हर मुसलमान को रातों रात ओबीसी बना दिया. एक कागज निकालकर वो रातों रात ओबीसी बन गए. ये पूरे का पूरा आरक्षण छीनकर मुसलमानों को दे देंगे. वो कहते हैं कि पूरा का पूरा आरक्षण मुसलमानों को मिलना चाहिए. इसका मतलब क्या हुआ? രാജ്യം ചർച്ച ചെയ്യേണ്ട വിഷയങ്ങൾ, ജനങ്ങളുടെ യഥാർത്ഥ പ്രശ്നങ്ങൾ ചർച്ചയിലില്ല. വോട്ടിങ്ങിൻ്റെ അവസാന ഘട്ടങ്ങളിൽ വർഗീയതയായി മുഖ്യം. ടെലിഗ്രാഫ് പത്രത്തിൻ്റെ ഈ പട്ടിക നോക്കുക. മോദിയുടെ 111 തെരഞ്ഞെടുപ്പ് കാല പ്രസംഗങ്ങളിലെ മുഖ്യ വിഷയങ്ങളാണിത്. വികസനവും ക്ഷേമ പദ്ധതികളുമല്ല,
ഹിന്ദു മുസ്ലിമാണ് മുന്നിൽ. വേണ്ടതിലേറെ വെറുപ്പിൻ്റെ തെളിവുകൾ മാധ്യമങ്ങൾ നൽകി. ഇന്ത്യയിലെ മാധ്യമങ്ങൾ മാത്രമല്ല, ലോക മാധ്യമങ്ങളും. ഇതൊക്കെ ശ്രദ്ധിക്കേണ്ട ഇലക്ഷൻ കമ്മീഷൻ മാത്രം ഒന്നും ശ്രദ്ധിച്ചില്ല. തെരഞ്ഞെടുപ്പ് രംഗം ഇത്ര കലുഷമാകാൻ കാരണം കമ്മീഷന്റെ നിഷ്ക്രിയത്വമാണ്. വ്യക്തമായ പെരുമാറ്റച്ചട്ട ലംഘനം, കേസിനും അയോഗ്യതയ്ക്കും വകയുള്ള കുറ്റം. എന്നിട്ടും നോട്ടീസ് കൊടുക്കുന്നത് കുറ്റക്കാർക്കല്ല, പാർട്ടിക്കാണ്. ഈ പുതിയ രീതി കമ്മീഷൻ സ്വീകരിച്ചിരിക്കുന്നു. തെരഞ്ഞെടുപ്പ് ചട്ടത്തിന്റെ പല്ല് കളഞ്ഞിരിക്കുന്നു. തികഞ്ഞ അലംഭാവം. ഗുരുതരമായ തെറ്റ് അവഗണിച്ചു, നടപടിയെടുത്തില്ല. എടുത്ത നടപടികളിൽ വിവേചനമെന്നും ആരോപണം. കമ്മീഷന്റെ BJP ചായ്വും തൃണമൂൽ കോൺഗ്രസിനോടുള്ള വിരോധവും കോടതി വിമർശനത്തിന് കാരണമായി. കൊൽക്കത്ത ഹൈക്കോടതിയാണ് BJPക്കെതിരെ എടുക്കേണ്ടിയിരുന്ന നടപടി ഒഴിവാക്കിയതിന് കമ്മീഷനെ കുറ്റപ്പെടുത്തിയത്. തെരഞ്ഞെടുപ്പിന്റെ വിശ്വാസ്യതയും സ്വതന്ത്ര സ്വഭാവവും നഷ്ടപ്പെടുത്തുന്ന വിവിധ സംഭവങ്ങളിൽ നടപടി ദുർബലമാണ്. ഉത്തർപ്രദേശിൽ BJPക്കാരൻ്റെ വോട്ടർ അല്ലാത്ത മകൻ ഒരേ ബൂത്തിൽ 8 തവണ വോട്ട് ചെയ്തതിൻ്റെ വീഡിയോ പ്രചരിച്ചപ്പോൾ നടപടിയെടുക്കാൻ ഇലക്ഷൻ കമ്മീഷൻ തയ്യാറായിട്ടുണ്ട്. വോട്ടില്ലാത്തയാൾ ബൂത്തിൽ പല തവണ വോട്ട് യന്ത്രത്തിൽ വോട്ട് രേഖപ്പെടുത്തുന്നു, കൈവിരലിൽ മഷിയില്ല, മൊബൈലിൽ ഫോട്ടോ എടുക്കുന്നു. ഇത്തരം വേറെ കള്ളവോട്ടുകൾ ശ്രദ്ധിക്കപ്പെടാതെ നടക്കുന്നുണ്ടാകുമോ? വോട്ട് പെട്ടികൾ സൂക്ഷിക്കുന്ന സ്ട്രോങ് റൂമുകളുടെ സുരക്ഷയെപ്പറ്റിയും ആശങ്ക. മഹാരാഷ്ട്രയിലെ ബാരാമതിയിൽ സ്ട്രോങ് റൂമിലെ നിരീക്ഷണ ക്യാമറ 45 മിനിറ്റ് നേരം ഓഫാക്കി എന്ന് പരാതി. കൃത്യമായ വോട്ട് കണക്ക് പുറത്തുവിടുന്നതിൽ ഇലക്ഷൻ കമ്മീഷന്റെ വൈമുഖ്യം മനസ്സിലാക്കുക പ്രയാസം. എല്ലാ തെരഞ്ഞെടുപ്പിലും മണിക്കൂറുകൾക്കുള്ളിൽ കിട്ടിയിരുന്ന വിവരം ഇപ്പോൾ ദിവസങ്ങൾ വൈകുന്നു. മാത്രമല്ല, പ്രാഥമിക കണക്കും പിന്നീടുള്ള കണക്കും തമ്മിൽ വലിയ വ്യത്യാസം കാണുന്നു. സ്ഥാനാർത്ഥികളുടെയും വോട്ടർമാരുടെയും അവകാശമാണ് വോട്ട് ചെയ്തവരുടെ എണ്ണം അറിയുക എന്നത്. തെരഞ്ഞെടുപ്പ് അന്ത്യഘട്ടത്തോടടുക്കുന്നു. പ്രധാനമന്ത്രി അടക്കം നിലവിട്ട് പ്രസംഗിക്കുന്നു. കാര്യങ്ങൾ ശരിയാക്കാൻ ഇടപെടേണ്ട ഇലക്ഷൻ കമ്മീഷൻ കാഴ്ചക്കാരാകുന്നു. ഇടപെടാൻ പാടില്ലാത്ത രീതിയിൽ മാധ്യമങ്ങൾ ഇടപെടുകയും ചെയ്യുന്നു. അനേകം മാധ്യമങ്ങൾക്ക് തിരക്കായിരുന്നു. എല്ലാവർക്കും പ്രധാനമന്ത്രിയുടെ അഭിമുഖങ്ങൾ. സ്റ്റേറ്റ്സ്മാൻ, സലാം ഇന്ത്യ, നവഭാരത് ടൈംസ്, ഇക്കണോമിക് ടൈംസ്, ന്യൂസ് എക്സ്, പിന്നെ NDTV, ആജ് തക്ക്, പോരെങ്കിൽ ന്യൂസ് വീക്ക്. നേരത്തെ അംഗീകരിച്ച ചോദ്യങ്ങൾ മാത്രം. രാജ്യത്തിൻ്റെ യഥാർത്ഥ പ്രശ്നങ്ങളെക്കാൾ പ്രധാനമന്ത്രിയുടെ പ്രചാരണ വിഷയങ്ങളാണ് അവയിൽ വന്നത്. അതേസമയം സമൂഹ മാധ്യമങ്ങളിൽ മെറ്റ കമ്പനിയുടെ ഫേസ്ബുക്കിലും മറ്റും വർഗീയ പരസ്യങ്ങളുടെ പ്രവാഹമായിരുന്നു. അക്രമങ്ങൾക്ക് പ്രേരകമാകുന്ന ധാരാളം പരസ്യങ്ങൾ. മാർച്ച് മാസത്തിൽ ഓൾട്ട് ന്യൂസ് ഇതിനെപ്പറ്റി സൂചിപ്പിച്ചത് നമ്മൾ പരാമർശിച്ചിരുന്നു. ഇപ്പോൾ 3 രാജ്യാന്തര പഠന കേന്ദ്രങ്ങൾ നടത്തിയ പഠനത്തിൽ വിദ്വേഷ പോസ്റ്റുകൾ നിർമ്മിത ബുദ്ധിയുടെ സഹായത്തോടെ പ്രചരിപ്പിച്ചതിൻ്റെ വിവരങ്ങൾ സമഗ്ര റിപ്പോർട്ടിലൂടെ പുറത്തു വന്നിരിക്കുന്നു. ഇതിലും അധികൃതർ നടപടിയെടുത്തതായി അറിവില്ല. എങ്കിലും ആപൽക്കരമായിരുന്നു പ്രചാരണമെന്ന് വ്യക്തമായിട്ടുണ്ട്. ഇലക്ഷൻ കമ്മീഷൻ വിദ്വേഷ പ്രസംഗമോ പരസ്യങ്ങളോ നിയന്ത്രിച്ചില്ലെങ്കിലും പ്രതിപക്ഷ പാർട്ടികളുടെ പ്രക്ഷേപണ പ്രസംഗങ്ങൾ സെൻസർ ചെയ്തു. ആകാശവാണിയിലും ദൂരദർശനിലും ചെയ്ത തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രസംഗത്തിലാണ് കുറേ വാക്കുകൾ നീക്കം ചെയ്തത്. അതേ വാക്കുകൾ മോദിയുടെ പ്രസംഗത്തിൽ നിന്ന് നീക്കിയില്ല. നേതാക്കൾക്ക് ചേർന്ന കാര്യങ്ങളല്ല പ്രധാനമന്ത്രി അടക്കം ചെയ്യുന്നത്. ഇലക്ഷൻ കമ്മീഷൻ ചെയ്യേണ്ടതല്ല അവർ ചെയ്യുന്നത്. മാധ്യമങ്ങൾ ചെയ്താത്തതാണ് അവർ ചെയ്യുന്നത്. ഇതൊരു അസാധാരണ ഇലക്ഷൻ.